നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതുവർഷം പിറന്നെങ്കിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും തന്നെ തിരക്കിലാണ്. കാരണം മാറ്റിവെച്ച ജില്ലയിലെ നവകേരള സദസ്സ് ഇന്നു മുതൽ നടക്കുകയാണ്. കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സാണ് ഇന്നും നാളെയുമായിട്ട് നടക്കുന്നത്. വൈകിട്ട് 3-ന് തൃക്കാക്കര മണ്ഡലത്തിലും 5-ന് പിറവത്തുമാണ് പരിപാടികൾ നടക്കുക. പുതുതായി മന്ത്രിസഭയിലെത്തിയ ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രനും ഈ 4 മണ്ഡലങ്ങളിലെത്തും. തൃക്കാക്കരയിലെ നവകേരള വേദിക്ക് ബോംബ് ഭീഷണിയുള്ളതും കരിങ്കൊടി പ്രതിഷേധ സാധ്യതയും കണക്കിലെടുത്ത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം നവകേരള സദസ്സിന്റെ എറണാകുളത്തെ പര്യടനം കൂടി പൂർത്തിയായ ശേഷമാകും ബസ് KSRTCക്ക് വിട്ടുകൊടുക്കുക. ഇതിനുശേഷം പുതിയ മന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കും. KSRTCയുടെ ബജറ്റ് ടൂറിസം വിഭാഗത്തിന് ബസ് കൈമാറാനാണ് നിലവിലെ സാധ്യത. 25 പേർക്കുള്ള ഇരിപ്പിടമാണ് ബസ്സിലുള്ളത്. ശുചിമുറിയുള്ള ബസ്സുകൾ സംസ്ഥാനത്ത് കുറവാണ്. ഇതിനകം 700-ലധികം പേർ ബസ് വാടകയ്ക്ക് ലഭ്യമാകുമോ എന്ന് ചോദിച്ച് KSRTC അധികൃതരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 1.25 കോടി മുടക്കിയാണ് ഭാരത് ബെൻസിന്റെ ബസ് വാങ്ങിയത്. KSRTCയുടെ പേരിലാണ് ബസ് വാങ്ങിയിട്ടുള്ളത്. KSRTCക്കാകും പരിപാലന ചുമതല. വാടക തീരുമാനിച്ചിട്ടില്ലെങ്കിലും സ്വകാര്യ ആഡംബര ടൂറിസ്റ്റ് ബസ്സുകളേക്കാൾ കുറവായിരിക്കും. ദിവസം 8,000 രൂപ വരെ ഈടാക്കുമെന്നും ചർച്ച വന്നിട്ടുണ്ട്. അതേസമയം കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമിച്ചത് റദ്ദാക്കിയ വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ പുനഃപരിശോധന ഹർജി നൽകി. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരെയാണ് സർക്കാർ പുനഃപരിശോധന ഹർജി നൽകിയത്. നിയമിക്കപ്പെട്ടയാളുടെ യോഗ്യതയിൽ കോടതിക്ക് സംശയമില്ലായിരുന്നു എന്നും ഹർജിക്കാർ പോലും ഉന്നയിക്കാത്ത വാദം ചൂണ്ടിക്കാട്ടിയാണ് വിധിയെന്നും പുനഃപരിശോധന ഹർജിയിൽ സർക്കാർ പറയുന്നു. വിധി വലിയ രാഷ്ട്രീയ കോലാഹലത്തിന് കാരണമായി എന്ന് ഹർജിയിൽ പറയുന്നുണ്ട്. മികച്ച വിദ്യാഭ്യാസ വിദഗ്ധനാണ് പുറത്തുപോയ VC ഗോപിനാഥ് രവീന്ദ്രന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാണ് സംസ്ഥാനം പുനഃപരിശോധന ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഹൈക്കോടതി പരിഗണിക്കാത്ത വിഷയം സുപ്രീം കോടതി വിധിക്ക് ആധാരമാക്കിയത് തെറ്റായ കീഴ്വഴക്കമാകുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യവും ഹർജിയിൽ കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചായിരുന്നു കേസിൽ വിധി പ്രസ്താവിച്ചത്. ഒരു VCയെ പുനർനിയമിക്കുന്നതിൽ തെറ്റില്ലെന്നും വിധിയിൽ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ നിയമിച്ച ഒരാളെ വീണ്ടും നിയമിക്കുമ്പോൾ 60 വയസ്സെന്ന പ്രായപരിധി ഘടകമല്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് VCയായി പുനർനിയമിക്കാൻ യോഗ്യതയുണ്ട് എന്നത് കോടതി പരിശോധിച്ചില്ല. അത് സെലക്ഷൻ കമ്മിറ്റിയാണ് പരിശോധിക്കേണ്ടത്. അതേസമയം നിയമന രീതി ചട്ടവിരുദ്ധമാണ്. ഗവർണർ ചാൻസലർ എന്ന നിലയിൽ സമ്മർദ്ദമില്ലാതെ സ്വതന്ത്രമായാണ് നിയമനം നടത്തേണ്ടതെന്നും കോടതി പറഞ്ഞു.